ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 3 പീസ് നൈറ്റിയുടെ കട്ടിങ്ങിനെ പറ്റി കുറേ പേര് വീണ്ടും ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഒരു പ്രാവശ്യം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിച്ച ഡൗട്ടൊക്കെ ഞാൻ ഇതിലൂടെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കണം. അപ്പോൾ ഒരു വട്ടം കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വട്ടം കൂടെ ഒന്ന് കണ്ടു നോക്കുക. പരമാവധി ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ സൈസുകാർക്കും ഒരേപോലെ പറ്റുന്ന രീതിയിലാണ് ഞാൻ മാക്സിമം ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ തുണി ഇപ്പം ഞാൻ എന്താ ലൈനിങ് ക്ലോത്തിലാട്ടോ കാണിക്കുന്നത്, നൈറ്റി തുണിയിലല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നൈറ്റി തുണിയിൽ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ നോർമലി നമ്മൾ തുണി മടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഒന്ന് മടക്കും. എന്നിട്ട് ഇതാ ഇങ്ങനെ വീണ്ടും ഒന്ന് ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുക. ഇത് കണ്ടില്ല, ഇവിടുന്ന് വീണ്ടും ഒന്നിങ്ങനെ മടക്കുക. ഇങ്ങനെ 4 ആക്കിയിട്ടാണ് നമ്മൾ മടക്കാറുള്ളത്. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ 2 ആയിട്ട് ഇട്ടിട്ടേ കാണിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ലൈനിങ് ക്ലോത്തിലാട്ടോ കാട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ മേടിക്കാനായിട്ട് പോയില്ല നൈറ്റി മെറ്റീരിയൽസ്. അപ്പോൾ ഞാനിങ്ങനെ 2 ഇതായിട്ട് ഇട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോണം. 4 ആയിട്ട് മടക്കിയിട്ട് വേണം. അപ്പോൾ നോർമലി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്നുവെച്ചാൽ നമ്മുടെ നൈറ്റി ക്ലോത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്തായാലും ആ ഒരു മടക്കിലറിയാലോ, മുകളിൽ നിന്ന് താഴ്ത്തോട്ട് എന്നിട്ട് ഒരു മടക്കും കൂടെ മടക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈസുകാർക്കും പറ്റുന്ന രീതിയിലാണ് മാക്സിമം പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അളവായിട്ട് ഒന്നിനും പറയുന്നില്ല. എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ് നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനാണ് നമ്മൾ ഇതിന് അടയാളപ്പെടുത്തുക. അതായത് നമുക്ക് തുണി പിന്നെ അധികം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ അടയാളപ്പെടുത്താനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പരമാവധി തുണി ലാഭിക്കുകയും വേണം. എന്നാൽ തുണി പിന്നെ ഉണ്ടാവില്ല. അടിയിലത്തെ പോർഷൻ നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടിട്ട് നമ്മൾ എടുക്കുകയുണ്ടാവും. അപ്പം ഇവത്തിൽ നിന്നാണ് നമ്മൾ വെട്ടുക. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഞാൻ പറഞ്ഞു തരാം. നോർമലി എല്ലാവരും സ്ലീവിൻ്റെ പോർഷൻ നമുക്ക് വരച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ പോർഷൻ ചെയ്യാം. ഞാൻ ഒന്നും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ചുരിദാറൊക്കെ വരയ്ക്കുമ്പോൾ നെക്കിൻ്റെ പോർഷനല്ലേ വരയ്ക്കുക. അതുകൊണ്ട് നെക്കിൻ്റെ പോർഷൻ തൊട്ട് തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഓൾറെഡി നെക്കിൻ്റെ വീതി ആദ്യമേ നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഷോൾഡർ ഞാനിപ്പോൾ ഇത് 7 ഇഞ്ചാട്ടോ മാർക്ക് ചെയ്ത്. ഇപ്പോൾ എക്സൽ സൈസിൻ്റെ കണക്കാക്കിയിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം 7 ആണോ 7.5 ആണോ 8 ആണോ അത്രയൊക്കെ വരത്തുള്ളൂ മാക്സിമം. അപ്പം അതനുസരിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ റെഡി അളവ് എത്ര, അല്ലെങ്കിൽ നമ്മൾ അളവെടുക്കുന്നതിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ എന്തായാലും കൂട്ടിയിട്ട് വേണം ഷോൾഡർ. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിയിൽ നിന്ന് അളവെടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് കാണാനായിട്ട്. അപ്പോൾ തീർച്ചയായും ഡൗട്ട് മാറും. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ ഷോൾഡർ അത് നമുക്ക് എടുക്കുക. റെഡി അളവല്ല, അവത്തിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തേക്കണം. അതായത് 1/2 ഇഞ്ച്, ഒരു സൈഡിൽ 1/2 ഇഞ്ച്. എന്നിട്ട് എത്രയാണോ ഷോൾഡർ എടുത്തത്, ഇവിടെ നിന്ന് ഇങ്ങ് വരെ ഞാൻ 7 ഇഞ്ചാണ് എടുത്തത്. അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ട് താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. കണ്ടല്ലോ, ഇവിടെ 7 ഇഞ്ച് എടുത്തു. അവിടുന്ന് 7 നിന്ന് ഇങ്ങോട്ടേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഷോൾഡർ 7 ആണ് എടുക്കുന്നതെങ്കിൽ താഴത്തേക്ക് 8 ഇഞ്ച് വെച്ചിട്ട് വേണം നമുക്കൊന്ന് വരയ്ക്കാനായിട്ട്. കൈക്കുഴിയുടെ ആട്ടോ അത്. പിന്നെ നമുക്ക് നെക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നെക്കാണ് വേണ്ടതെങ്കിൽ, റെഡി അളവ് 3 ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ 2.25 എടുക്കാവൂ. ഇപ്പോൾ 3.5 വേണമെന്നുണ്ടെങ്കിൽ 2.25 എടുക്കുക. 3.5 വേണമെന്നുണ്ടെങ്കിൽ 3.25 എടുക്കുക. എപ്പോഴും ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇറക്കം വരുമ്പോഴത്തേക്കും നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുക കേട്ടോ. നോർമലി അതങ്ങനെ തന്നെ എടുക്കുക. ഇപ്പം ഇതിൻ്റെ വീതിയുടെ കാര്യം മനസ്സിലല്ലോ. നെക്കിൻ്റെ ഇറക്കം ഇനി കുറച്ച് ഹൈറ്റൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോഴത്തേക്കും കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയെങ്കിലും ഒരു 6 ഇഞ്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അളവാണ്. നമുക്ക് ഒരുപാട് വൈഡായിട്ട് കിടക്കണ്ടല്ലോ, നൈറ്റി അല്ലേ. അപ്പോൾ ഇനി കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടുക. എന്നിട്ട് സ്ക്വയർ ആക്കിയിട്ട് ജസ്റ്റ് ഇതേപോലൊരു ഒന്ന് കർവ് ചെയ്യുക. നമ്മുടെ 3 പീസിൻ്റെ ആ ഒരു ലെവലിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കർവ് പോലെ കൊടുക്കുക. ഒരുപാട് യു ഷേപ്പ് ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് ഒരു കർവ് പോലെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്. ഇവിടെ നിന്ന് ആദ്യമേ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അവത്തിൽ നിന്ന് 1 ഇഞ്ച്, ഷോൾഡറിനേക്കാളും 1 ഇഞ്ച് താത്തിയിട്ട് താഴത്തേക്ക് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആക്കുക. പിന്നെ നെക്കിൻ്റെ താഴത്തേക്ക് ഇറക്കം എത്രയാണോ അതും മാർക്ക് ചെയ്ത് സ്ക്വയർ ആക്കിയിട്ട് ജസ്റ്റ് ഒരു കർവ് കൊടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ.
പിന്നെ നമുക്ക് വേണ്ടത് യോക്കിൻ്റെ ആണ്. യോക്കിൻ്റെ ഇപ്പം ഒരു എക്സൽ ഷേപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് 10 ഇഞ്ചിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അല്ല നല്ല ഹൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-11 ഇഞ്ച് വരെ നമുക്ക് മാക്സിമം എടുക്കാം, അതിന് കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് യോക്കിൻ്റെ ലെങ്ത് ഇപ്പോൾ എക്സൽ ആയതുകൊണ്ട് 10 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത് തമ്മിലാണ് നമ്മളിന്ന് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പം യോക്കിൻ്റെ ഇറക്കം ഇപ്പം ഇത്തിരി ഹൈറ്റ് കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് യോക്കിൻ്റെ ഇറക്കം ഒട്ടും കുറയ്ക്കരുത്. ഒരു എക്സലിനൊക്കെ എന്തായാലും ഒരു 10 തന്നെ വേണം. 10 പിന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് മാത്രമേ കൂട്ടിയെടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ 8 ഇഞ്ചിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചില്ലേ, അങ്ങോട്ടേക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും പോർഷനെയാണ് നമ്മുടെ നെക്കിനകത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ആ ഒരു 3 പീസിൻ്റെ ആ ഒരു കട്ടിങ്ങാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ, നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുള്ള ഇത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്ക് വന്നിട്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഈ ഒരു കർവ് കണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ലൈൻ ഒരു ബോക്സ് പോലെ വരച്ചില്ലേ, അതിൻ്റെ നേരെ താഴത്തേക്ക് ആ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കുക. ആ ബോക്സിൻ്റെ ലൈൻ ഉണ്ടല്ലോ, 3 ഇഞ്ച് ആണ് നെക്ക് എടുക്കുന്നതെങ്കിൽ ആ നെക്കിൻ്റെ ലൈൻ താഴത്തോട്ടൊന്ന് ഈ പോയിന്റിലേക്കൊന്ന് നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് 1.5 ഇഞ്ച്, ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെയാണ്, എത്ര വണ്ണം ഉണ്ടെങ്കിലും വണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല, 1.5 ഇഞ്ച് അതേപോലെ തന്നെ ഒന്ന് നീട്ടി വരയ്ക്കുക, ഒന്ന് പോയിന്റ് ചെയ്യുക. എന്നിട്ട് ഈ കർവ് വരുന്ന തുടങ്ങുന്ന ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. അല്ലാണ്ട് ആ സ്ക്വയർ വരച്ചതിൻ്റെ ജോയിൻറ്റിൽ നിന്നല്ല വരയ്ക്കേണ്ടത്. ആ കർവ് വന്നിട്ടുണ്ടല്ലോ, ആ കർവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല, ആ കർവ് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് വേണം ഈ 1.5 ഇഞ്ചിലേക്ക് നമുക്ക് വരച്ചെടുക്കാനായിട്ട്. ഇത്രയും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഒരു 3.5 ഇഞ്ച് കണക്കാക്കിയിട്ട് നമ്മളിതാ ഇത്രയും 3.5 ഇഞ്ചാണ്. അപ്പം ടേപ്പിൽ നമ്മളൊന്ന് അളന്ന് അതൊന്ന് കർവ് ചെയ്ത് നമ്മളൊന്ന് വരച്ചെടുക്കാം. 3.5 ഇഞ്ച് എല്ലാവർക്കും അത്രയും മതി. അപ്പം കറക്റ്റ് വീതിയിൽ തന്നെ നിൽക്കുക. അതിൻ്റെയൊക്കെ അതിപ്പോൾ ഏത് സൈസ് ആയാലും XXL ആയാലും ഒക്കെ 3.5 വെച്ചിട്ട് നമ്മളൊന്ന് കണക്കാക്കിയിട്ട് ഇതേപോലെ 3.5 ഇഞ്ചിൽ അതൊന്ന് കർവ് ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. നെക്കിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് കട്ടിങ് ആണ്. പക്ഷേ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ഇപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്യരുത്. ഇനി സ്ലീവിൻ്റെയും അടിയിലേക്കുള്ള പോർഷനും കൂടെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതേപോലെ നെക്കിൻ്റെ പോർഷൻ പ്രത്യേകമായിട്ട് കാട്ടി തന്നത്. ഇപ്പം നെക്കിൽ ഡൗട്ട് ഉണ്ടാവില്ല, ഡൗട്ട് തീർന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ്. ഇപ്പം മനസ്സിലായല്ലോ. ഇത് നെക്കിൻ്റെ പോർഷൻ. ഇനി ഡൗട്ട് വരരുത്, അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയുന്നത്. ആ ബ്ലൂ ലൈൻ അത് നമുക്ക് മായ്ച്ച് കളയാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഞാൻ ബ്ലൂ കളറിലാണ് വരച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനാണ്. ഒന്നും കൂടെ ഡൗട്ട് വരാണ്ടിരിക്കാനാണ് എടുത്തെടുത്ത് പറയുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ സ്ലീവിൻ്റെയാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് നെക്കിൻ്റെയാണ്. അപ്പോൾ ഇനി സ്ലീവിൻ്റെ പോർഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും, ഇവിടെ ജോയിൻ്റ് ആയിരിക്കും കേട്ടോ. അത് നമ്മൾ മടക്കി ഇടുമ്പോഴത്തേക്ക് ജോയിൻ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ, അതൊന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നമ്മളിതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഇവിടുന്നുണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ ഇറക്കം. സ്ലീവിന് എത്രയാണോ ഇറക്കം വേണ്ടത്, 5 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഷോൾഡർ അടിച്ച് മാറ്റാനും, പിന്നെ അടിവശം നമുക്ക് എത്രത്തോളം വീതിയിൽ അടിക്കണം. ഇപ്പോൾ തേരുവശം ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു അടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. അല്ല ഒന്നും കൂടെ മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് തയ്യൽ തുമ്പും കൂടെ കണക്കാക്കിയിട്ട് വേണം ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. 5 ആണെങ്കിൽ ഒരു 6 നമ്മൾ എടുക്കുക. 6-6.5 വരെ നമുക്ക് എടുക്കാം കേട്ടോ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേണം ഇറക്കം. എത്രയാണോ 6 വേണമെങ്കിൽ 7 എടുക്കുക. അത്ര കണക്കാക്കിയിട്ട് നമ്മൾ ഇറക്കം നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് ഇവിടെ ഷോൾഡർ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തപ്പോൾ ഇങ്ങോട്ടേക്ക് 8 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ച്, ഇങ്ങോട്ടേക്ക് 8 ആണ്, അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 7.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ. ഷോൾഡർ ഇവിടെ 7 ആണ് എടുത്തത്, അപ്പോൾ ഇങ്ങോട്ടേക്ക് 8 എടുത്തു. പക്ഷേ ഇവിടെ ഷോൾഡറിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ട് മാത്രം 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാവൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലീവ് ഷോൾഡർ നമുക്ക് അടിച്ചു പോകും. മനസ്സിലായി. ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. സ്ലീവിൻ്റെ അവിടെ ജോയിനിങ് വരുന്നില്ല. അവിടെ
ഓൾറെഡി മടങ്ങിയായിരിക്കുമല്ലോ. ഇവിടെ അങ്ങനെ മടങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് സ്ലീവിന് ജോയിനിങ് വരുന്നില്ല. ആ സ്ലീവ് അതുകൊണ്ടാണ് ആ 1/2 ഇഞ്ചിൻ്റെത് പറയുന്നത്. ഷോൾഡർ അടിക്കുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് അടിച്ചില്ലേ മാറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഷോൾഡർ എത്രയാണ്, നമ്മൾ ഷോൾഡറിന് 7 ഇഞ്ചാണ് എടുത്തത്. എത്രയാണോ ഷോൾഡറിന് എടുക്കുന്നത് അത് നമ്മൾ എടുത്തിട്ട് അതിനേക്കാളും 1 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ നേരെ വരച്ചത്. അപ്പോൾ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച്, ഷോൾഡറിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. മനസ്സിലായല്ലോ? എത്രയാണോ ഷോൾഡർ അതിനേക്കാളും 1/2 ഇഞ്ച് മാത്രമേ കൂട്ടിയെടുക്കാവൂ. ഇങ്ങോട്ടേക്ക് നമ്മൾ 1 ഇഞ്ചാണ് നമ്മൾ എടുത്തത്, പക്ഷേ ഇങ്ങോട്ട് 1 ഇഞ്ചാണ് നമ്മൾ ഇവിടെ എടുത്ത്. ഇതിന് 1/2 ഇഞ്ച് മാത്രം ഷോൾഡറിനേക്കാളും കൂട്ടിയെടുക്കുക. ഇത് തമ്മിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലായല്ലോ? എന്നിട്ട് ഇതാ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരയ്ക്കാം. എന്നിട്ട് ദാ ഇവിടുന്ന് 3.5 ഇഞ്ച്, നമ്മൾ നോർമലി സ്ലീവിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഇവിടുന്ന് നേരെ താഴത്തേക്ക്, നമ്മൾ അങ്ങനെയാണല്ലോ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്ലീവിന് നമ്മൾ 2.5-3 ഇഞ്ചിനൊക്കെ ഇതാക്കില്ലേ, അതേപോലെ 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് 9 ഇഞ്ച് എല്ലാവർക്കും കണക്കാണ്. 9 ഇഞ്ച് റെഡി അളവാണ്. അപ്പോൾ അതേപോലെ 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. 9 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇത് എല്ലാ സൈസുകാർക്കും ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ 9 ഇഞ്ച് ഒന്ന് വരയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്ലീവിന് ഷേപ്പ് വരുന്നത്. അപ്പോൾ അതാ 9 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതാ ഇവിടുന്ന് ആ 9 ഇഞ്ചിലേക്ക് നമ്മൾ ആ 7.5 ഇഞ്ചിന് വരച്ചില്ല, അവിടുന്ന് ഈ 9 ഇഞ്ചിലോട്ട് വരയ്ക്കുക. പിന്നെ ഇതാ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടിവശത്തെ വണ്ണം വരുമല്ലോ 5, 5.5, അത് പ്ലസ് തയ്യൽ തുമ്പ് അത് കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. എന്നിട്ട് അതിനകത്തേക്കാണ് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവും കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും, എളുപ്പമാണ്. ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതാ നെക്കിൻ്റെ പോർഷനും സ്ലീവിൻ്റെ പോർഷനും കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഉതകുന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഇറക്കം ഞാൻ എടുത്തു, അത് കുറച്ച് ഇത്ര എടുക്കണം എന്ന് പറയാത്തത്. എത്രയായാലും സ്ലീവിന് എത്രയാണ് 10 എടുക്കുന്നതെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ആണെന്ന് വെച്ചാൽ നമുക്ക് ജോയിൻ ചെയ്യണം നമ്മുടെ ഷോൾഡറുമായിട്ട്. അതിന് 1/2 ഇഞ്ച് വേണം അടിവശം മടക്കി അടിക്കാനായിട്ട്. അത് 1/2 ഇഞ്ചിനാണ് അടിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം. അല്ല 1 ഇഞ്ചിന് അടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ അളവെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ പോർഷനും നെക്കിൻ്റെ പോർഷനും നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് അടിവശത്തെ പോർഷനാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം, ഇവിടുന്ന് ഇങ്ങ് വരെയുള്ള അളവൊന്ന് അളന്നെടുക്കണം. അതെല്ലാം അങ്ങനെയാണ്, പലർക്കും വ്യത്യാസം വരും. ഇപ്പം ഒരു എക്സൽ ടൈപ്പൊക്കെ ആകുമ്പോഴത്തേക്കും 4 ഇഞ്ചേ വരത്തുള്ളൂ. മറ്റത് നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് അതിനൊരു വ്യത്യാസം വരും കേട്ടോ, കൈയുടെയൊക്കെ. അപ്പോൾ അതനുസരിച്ച് ഇങ്ങോട്ടേക്കൊന്ന് അളന്നെടുത്തേക്കണം. അപ്പോൾ നേരെ പിടിക്കുമ്പോഴത്തേക്കും ടേപ്പ് എത്തില്ല. അപ്പോൾ ആ അളവ് എവിടെയാണോ വരുന്നത് അതനുസരിച്ച് ടേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുക്കുക. കണ്ടല്ലോ, ആ ഒരു വരയെന്ന് പറയുന്നത് നമുക്കവിടെ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടതാണ്. എന്നാലേ നമ്മുടെ അത് ഷേപ്പിന് കറക്റ്റായിട്ട് വരത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ യോക്ക് പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വര വരയ്ക്കുന്നത്. എന്നിട്ട് താഴത്തേക്കുള്ള ആ ഒരു വരയും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ അടിയിലേക്കുള്ള ആ സ്കേർട്ട്, നമ്മുടെ ചുരുക്ക് വരുന്ന അടിയിലേക്കുള്ള പോർഷനാണ്, യോക്കിന് താഴത്തേക്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ ആ ഒരു വരയെന്ന് പറയുന്നത് ഡിപ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, ഇപ്പം വണ്ണത്തിൻ്റെ ആ ഒരു ഇതിലാണ്. ഇപ്പം നമ്മുടെ എല്ലാവരും വണ്ണം അതിനകത്താണ് ടൈ ആയിട്ട് പോകുന്നത്, ആ ഒരു ഈ ഒരു വരയെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ പോർഷനാണ്. എന്നിട്ട് ഇത്രയും പോർഷനിലേക്കാണ് നമ്മുടെ ഇവിടെ നിന്നാണ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഈ തുണി ഇവിടെ നിന്നാണ് ഈ ഒരു പോർഷനാണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ആ ഒരു ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കൈക്കൊക്കെ വണ്ണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ച് ഈ ഒരു അളവെന്ന് പറയുന്നത് വ്യത്യാസപ്പെടും. അപ്പം എനിക്ക് ഇവിടെ എക്സലൊക്കെ ആകുമ്പോൾ 4 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അല്ല നമുക്ക് ഇത്തിരി വണ്ണം കൂടുതലുണ്ടെങ്കിൽ 4.5-5 ഇഞ്ചൊക്കെ വരും. അപ്പോൾ അതനുസരിച്ച് എത്രയ്ക്കാണോ ടേപ്പ് അവിടെ എത്തുന്നത്, ഇപ്പം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചാൽ വല്ല 2-2.5 ഇഞ്ചൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ പിടിച്ചാലാണോ ടേപ്പിന് 4, അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ അളവ് വരുന്നത് ആ അളവ് എത്രയ്ക്കാണോ വരുന്നത് അതനുസരിച്ച് ടേപ്പ് പിടിച്ചിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ വരയെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിയിലേക്കുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? ഇതും കൂടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതും കൂടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യോക്കിന് താഴത്തേക്കുള്ള പോർഷൻ നമുക്ക് കട്ടിങ് ഫുള്ളായിട്ട് കഴിയും. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനും നെക്കിൻ്റെ പോർഷനുമാണ് കട്ടിങ് വരുന്നത്. എന്നിട്ട് നമ്മളത് ചുരുക്കിയിട്ടിട്ട് എടുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കത് റെഡിയാവും. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ്ങും ഇവിടുന്ന്
ഇങ്ങനെ നമുക്ക് നേരെ താഴത്തേക്ക്, ഇതിപ്പോൾ നമ്മുടെ ഇറക്കത്തിന് കറക്റ്റായിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജോയിനിങ്ങും കൂടെയാണ്. എന്നിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിയും. അപ്പോൾ സ്ലീവിന് 2 പീസാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ ജോയിനിങ് ആണ്, അതൊന്ന് പ്രത്യേകം ഓർത്തോണം. ജോയിൻ്റ് ആയിട്ടുള്ള പീസാണ്, അത് കട്ട് ചെയ്തെടുക്കരുത്. ആ ജോയിൻ്റ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, അത് സെപ്പറേറ്റ് ചെയ്യരുത്. പിന്നെ വരുമ്പോഴത്തേക്കും നെക്കിൻ്റെ പോർഷനാണ്. നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഇതിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു യോക്ക് പോർഷൻ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ രണ്ടാമത് ബാക്ക് നെക്ക് വരച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ബാക്ക് നെക്കിൻ്റെ ഇത് അളവിന് നമുക്കത് വരച്ചിട്ട് വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിന് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒന്ന് കർവ് കൊടുത്തിട്ട് നമുക്കതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കത്തിനല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് വന്നിട്ട് ഇതാ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് അതങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് നെക്കിൻ്റെ പോർഷൻ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ കാര്യമേ വരുന്നുള്ളൂ. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഫ്രണ്ടിലത്തെ പോർഷൻ എടുക്കുക. എന്നിട്ട് ഇതാ അത് ഇപ്പോൾ അത് മാറിയല്ലോ, ബാക്ക് നെക്കിൻ്റെ ഇത് മാറി. എന്നിട്ട് നമുക്കിതാ ഈ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് അത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ. എന്നിട്ട് അത് കൂടാണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ ഈ ഒരു നമ്മൾ ആ 3.5 ഇഞ്ചിന് നമ്മൾ കർവ് പോലെ വരച്ചില്ലേ, ഈ കർവിൽ കൂടെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ? ഈ കർവിൽ കൂടെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമുക്ക് 3 പീസ് കറക്റ്റായിട്ട് കിട്ടും. ഇത് ഈ ഒരു പോർഷൻ വേണ്ട കേട്ടോ, നമുക്ക് വേസ്റ്റ് വരുന്ന പോർഷനാണ്. അങ്ങനെ നമുക്കിതാ ഇത് വേണ്ട, ഇത് വേസ്റ്റാണ്. പിന്നെ നമ്മുടെ ആ സ്ലീവിനും നമ്മുടെ ഷോൾഡറിനും ഇടയ്ക്കുള്ള കുറച്ച് പോർഷനിൽ നമുക്ക് ബോയൊക്കെ പിടിപ്പിക്കാനായിട്ട് ആ തുണി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതൊരു പീസാണ്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലത്തെ ഒരു പീസ് ഇടണം. പിന്നെ ഇതാ ഇത് ഫ്രണ്ട് പീസ്. അപ്പോൾ ഇങ്ങനെയാണ് 3 പീസ് നൈറ്റിയുടെ കട്ടിങ് വരുന്നത്. അപ്പം മാക്സിമം എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. അപ്പോൾ ആദ്യമേ തന്നെ മാക്സിമം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.